ഈ കടം വാങ്ങുന്നത് എന്തിനാണ്? ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ആസറ്റ് ഉണ്ടാക്കി ആ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കടം വാങ്ങുന്നത്. സംസ്ഥാന ഗവൺമെന്റ് കടം വാങ്ങുന്നത് എന്തിനാണ്? അത് ഞാൻ ചോദിക്കുന്നു. 22 ലക്ഷം കോടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് അവർ സൃഷ്ടിച്ചത്? സെൻട്രൽ ഗവൺമെന്റ് കടം വാങ്ങിച്ചു, അവരെ കടം കൂടുതലായി. എവിടെയായിരുന്നു ഇന്ത്യന്റെ ഇക്കോണമി 2014? ദുർബലമായ 5ാമത്തെ ഇക്കോണമി. ഇന്ന് എവിടെയാണ്? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് മാറിയ കൺട്രിയാണ്. കാരണം ആ കടം വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കടം വാങ്ങിച്ചിട്ട് കീശയിലിടല്ല, സഖാവന്മാർക്ക് പെൻഷൻ കൊടുക്കാനല്ല. അതാണ് വ്യത്യാസം. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, BJP NDA സർക്കാരിനുണ്ടെങ്കിൽ, അത് എവിടെ നോക്കിയാലും, UP യിലുണ്ടെങ്കിലും എവിടെ നോക്കിയാലും കടമെടുക്കും, നോ ഇഷ്യൂസ്. പക്ഷെ കടം എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഡേറ്റാ സെന്റർ ഉണ്ടാക്കുന്നു, ഹൈവേസ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം ഒന്ന് പറഞ്ഞു. ഈ 22 ലക്ഷം കോടി ചെലവാക്കി 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തു തന്നിരിക്കുന്നത്?